ഹലോ ഡൂഡിന്റെ നൂലുകെട്ട് പരിപാടി കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ചിന്തിച്ച് പേരിടൽ ചടങ്ങായിരുന്നു. അപ്പൊ അങ്ങനെ അന്ന് രാവിലെ തന്നെ ജീവിത പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. കല്യാണ ദിവസം അവള് ഇതിനേലും നേരത്തെ റെഡിയായി. കൊച്ചിന്റെ പരിപാടിക്ക് അവള് രാവിലെ തന്നെ കയറിയിട്ട് 3-4 മണിക്കൂർ കഴിഞ്ഞിട്ടില്ല. എല്ലാവരും അടിയിൽ വെയിറ്റ് ചെയ്തിരുന്നിട്ട് അവള് മേക്കപ്പ് ചെയ്തിരിക്കണ്ടിരുന്നു. അങ്ങനെ എല്ലാ പരിപാടികളും നോർമൽ പരിപാടികളും എല്ലാവരും ഒക്കെ കഴിഞ്ഞ് ഡൂഡിനൊക്കെ എടുത്ത് ഫാമിലീസ് എല്ലാവരും അവനെ വന്ന് കണ്ട് അവന് ഗിഫ്റ്റൊക്കെ കൊടുത്ത് എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. അമ്മയുടെ ഫാമിലീസും അച്ഛൻ്റെ ഫാമിലീസും ഉണ്ടായിരുന്നു. പുറത്തുനിന്ന് ഫ്രണ്ട്സിനെയൊക്കെ ഞാൻ ഒഴിവാക്കി. കാരണം അതൊരു ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ടുള്ള ചെറിയൊരു പരിപാടിയായിരുന്നു. അപ്പോൾ ഫാമിലീസ് മാത്രമായിട്ട് നടത്താമെന്നുള്ളൊരു പ്ലാനായതുകൊണ്ട് ഞങ്ങൾ ജിബിതറ വീട്ടിൽ തന്നെയാണ് കുറച്ച് ചെറിയ പരിപാടികളും കാര്യമൊക്കെ കിട്ടുക. ചെക്കൻ്റെ പേര് ഹൈസിൻ എന്നാണ്. വീട്ടിൽ എല്ലാവരും വിളിക്കുന്നത് ഡൂഡ് എന്നാണ്. അതായത് ഡൂഡ് എന്നുള്ള പേര് നമ്മൾ നേരത്തെ ഇട്ട ആൾക്കാർക്ക് അറിയാം. പിന്നെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് എല്ലാവരും ജിബിതന ബാലയുടെ ഭാര്യ കോകില എന്നും പറയണ്ടായിരുന്നു. എനിക്കറിയാൻ പാടില്ല ഏത് സൈഡിൽ നിന്നാണ് കോകിലയുടെ മുഖമെന്ന്. ഞാനാണെങ്കിൽ എൻ്റെ ഭാര്യന സുന്ദരിയാണ് സൂപ്പറാണെന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോഴാണ് ഇൻസ്റ്റഗ്രാമിൽ ഈ വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോൾ ജീവിതത്തിൽ കോകില എന്നും പറഞ്ഞ് ഭയങ്കര ഇത് വന്നത്. അന്ന് വൈകിട്ട് ചെറിയൊരു പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പുറത്തുനിന്ന് വന്നൊരു മങ്കി ഷോൾഡറും പരിപാടിയൊക്കെ ആയിട്ടാണ് എല്ലാവരും കൂടി ഇരുന്നത്. ഫാമിലീസ് എല്ലാവരും ഒക്കെ ഉണ്ടായിരുന്നു. കുറച്ച് പേര് വീട്ടിലും കാര്യങ്ങളൊക്കെ വന്ന് ഹാപ്പി ആയിട്ട് എൻജോയ് ഒക്കെ ചെയ്തിരുന്നു. ഞങ്ങൾ അന്ന് നൈറ്റ് എല്ലാവരും കൂടി ആയിട്ട് വീട്ടിൽ തന്നെയൊക്കെ ആയിട്ട് എല്ലാവരും കൂടി കൂടിയിട്ടാണ് അവിടെ നിന്ന് പിന്നെ ചെറിയൊരു പ്രാങ്ക് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അവൾ ഞെട്ടി തെറിച്ച് ഒന്നും പറയണ്ട അമ്മനെ കഴുത്തിലൊക്കെ ഇട്ടടിച്ചിട്ടൊക്കെയാണ് ഞെട്ടി എണീറ്റത് അവള്. എല്ലാവരും കൂടി ഒരു വൈബ് പിടിച്ചിട്ടാണ് അന്ന് അവിടെ നിന്ന് പിന്നെ അന്ന് വൈകുന്നേരം തന്നെ ഞാൻ അവൻ്റെ പേരിൻ്റെ ചെറിയൊരു ഗസ്സിങ് പരിപാടിയായിട്ട് കലൂർക്ക് പോയിരുന്നു. പേര് പറയണവർക്ക് 150 രൂപ കൊടുക്കാമെന്നും പറഞ്ഞ് അങ്ങനെ 2-3 പേരോടൊക്കെ ചോദിച്ച് അതിൽ 2 പേർക്കൊക്കെ 150 രൂപ അടിയും കിട്ടി. അങ്ങനെയാണ് പിന്നെ